കിട്ടിയതിനെ കുറിച്ച് ഒന്നും കണക്കില്ല എന്നുള്ളത്. കിട്ടാത്തതിനെ കുറിച്ച് നമ്മളിങ്ങനെ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അവരോടൊന്ന് ക്ഷമിക്കാൻ അല്ലെങ്കിൽ അവരോടൊന്ന് കരുണ കാണിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റാറില്ല. എന്നാൽ നമ്മൾക്കാണ് പറ്റിയിരിക്കുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കും. അതാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്. രാജാവിന്റെ മുമ്പിൽ 10,000 താലന്താണ് ക്ഷമിക്കണമെന്ന് കാൽമ പിടിച്ചു വീണത്. താലന്തിന്റെ എണ്ണം നോക്കണം, 10,000. എന്നാൽ തന്റെ കൂടെയുണ്ട് അവർ 100 കൊടുക്കാനുള്ളൂ. ഈ 10,000-ൽ 100 പോയി എന്ന് വെച്ചാൽ എന്താ നഷ്ടം? ചിന്തിച്ചു നോക്കണം. തന്റെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടാണ് ഈ സേവകൻ പിന്നെ തന്റെ സഹസേവകന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയത്. നമ്മൾ ഇതുപോലെ തന്നെയല്ലേ ദൈവത്തിന്റെ അടുത്ത് നിന്ന് മറ്റുള്ളവരരികിൽ നിന്ന് ദൂരം കാരുണ്യം കിട്ടിയിട്ട് നമ്മൾ ജീവിക്കണം. എന്നാ വേറൊരു അവസരത്തിൽ വരുമ്പോൾ മറ്റുള്ളവന്റെ കഴുത്ത് ഞെരിച്ച് പിടിക്കാൻ നോക്കുന്ന വ്യക്തികളല്ലേ നമ്മളൊക്കെ? അല്ലെങ്കിൽ അവൻ എങ്ങനെ വേദനിപ്പിക്കാൻ നോക്കുന്ന വ്യക്തികളല്ലേ? എങ്ങനെ ഇടക്കാലിട്ട് വീഴ്ത്താമെന്ന് നോക്കുന്ന വ്യക്തികളല്ലേ? ഇതിൽ തെറ്റ് കാണുമ്പോഴെങ്കിലും കുട്ടി ഘോഷിച്ച് നടക്കുന്ന വ്യക്തികളല്ലേ? ചിന്തിക്കാം.